നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഗംഭീരമായിട്ട് റാലി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന നിഫ്റ്റി പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. IT കമ്പനീസിലുണ്ടായ ഒരു സെൽ ഓഫ് നമ്മുടെ മാർക്കറ്റിൽ മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റിലും സീവിയർ സെൽ ഓഫിലാണ് ഇന്നലെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഇടിഞ്ഞ് 4959 സിൽവർ ഇടിഞ്ഞ് 72 ബിറ്റ് കോയിൻ ഇടിഞ്ഞ് 66 ബ്രന്റ് ഓയിൽ 67, നാച്ചുറൽ ഗ്യാസ് 3.2, ഗിഫ്റ്റ് നിഫ്റ്റി 75,704, നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,850. ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് ഇപ്പോൾ ഇന്ന്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവാണ്. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ US വിക്സ് 16% സ്പൈക്കായത് കാണാം. നാസ്ഡാക്കും ഡോയും ഇടിഞ്ഞത് കാണാം. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായത് കാണാം. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ്, വിപ്രോയും ഫർദറായിട്ട് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. ഇൻഫോസിസ് 10% ഒരു ഫോളിലാണ് ഉള്ളത്. ഇതാണ് US മാർക്കറ്റിലുള്ള US കമ്പനികൾ. അസഞ്ചർ, എൻവിഡിയ, ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ, മെറ്റ എല്ലാം തന്നെ വലിയ തോതിലൊരു ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ആപ്പിളെല്ലാം തന്നെ 5% വരെ ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ FIS ആശാന്മാർ ബൈയിങ് ആണ്. ഇന്നലെ കാണാം 12 ഫെബ്രുവരി 108 കോടി രൂപയുടെ ബൈ നടത്തി. ഓൾ ടുഗദർ ഈ ഒരു മാസം 6021 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. റിസൾട്ട് കാലഘട്ടമാണ്. ഇന്ന് പ്രധാനമായിട്ടും ഫാർമ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന് ആൽക്കം ലാബ്, IPC ലാബ്, ടോറൻ ഫാർമ, ഐറിസ്, അങ്ങനെ ഒരുപാട് ഫോർട്ടിസ് ഹെൽത്ത് കെയർ, നാരായണ ഹൃദയാലയ തുടങ്ങിയ ഒരുപാട് ഫാർമ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇൻഫ്രയിൽ നോക്കുകയാണെങ്കിൽ AB ഇൻഫ്ര, IRB, NBCC തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. കെമിക്കൽ കമ്പനീസിൽ BASFും അമിനീസും ക്യാമിൽസും ഫിനോടെക്സും ഗാലക്സിയും തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. മെറ്റലിൽ JMDCയും സൺഫ്ലാഗും ആസാദ് എഞ്ചിനീയറിംഗ്, ജംന ഓട്ടോ, പിക്സ് ട്രാൻസ്ഫോർമേഷൻ, M&M ഫോർജിൻ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്. ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് കേഫിൻ, സെൻട്രൽ ക്യാപിറ്റൽ, ഇൻഫോഎഡ്ജ്, റൈറ്റ് ഗെയിൻ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്. മീഡിയ സെക്ടറിൽ നിന്ന് ബാലാജി ടെലിഫിലിംസും TV ടുഡേ റിസൾട്ട് ഉണ്ട്. കൂടാതെ തന്നെ ഇൻഡിഗോയുടെ റിസൾട്ട് ഉണ്ട്. ഇൻഡിഗോ പെയിനിൻ്റെ റിസൾട്ട് ഉണ്ട്. കിറ്റെക്സിൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള പ്രധാന അപ്ഡേറ്റ്. ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു, സ്പൈക്ക് ചെയ്തു. ഇന്ന് US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡേറ്റ അതാണ് ഇപ്പോൾ ഓവറോൾ ഉള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആളുകൾ ഓപ്പൺ ചെയ്യുക, ഫ്രീ ആണ്. കൂടാതെ തന്നെ ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്ന് നമുക്ക് വൈകിട്ട് ലൈവ് ഉണ്ട്. 7 മണിക്കാണ് നമ്മുടെ ലൈവ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ വൈകിട്ട് ലൈവിൽ നമുക്ക് കാണാം. ഇന്ന് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുമ്പോൾ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ONGC കമ്പനി, ONGC നെറ്റ് പ്രോഫിറ്റ് 23% ഉയർച്ച രേഖപ്പെടുത്തി 11,946 കോടി രൂപയായിട്ടുണ്ട്. IRCTC നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. ഇന്ത്യൻ ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 50% ഉയർന്നിട്ടുണ്ട്. 635 നിന്ന് 954 ആയിട്ടുണ്ട്. പ്രോങ്കര റിയാലിറ്റി കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് ലോസിലുണ്ടായ കമ്പനിയാണ് കഴിഞ്ഞ തവണ. ഇത്തവണ പ്രോഫിറ്റാണ് 58 കോടി രൂപ പ്രോഫിറ്റ്. കോൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്നു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് മോർ ദാൻ ഡബിൾ ആയിട്ടുണ്ട്. 100 കോടി രൂപയിൽ നിന്ന് 347 ഉയർന്നു. പെട്രോനെറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഉയർന്നു. HALന് ഡിഫൻസിൽ നിന്നൊരു 2,300 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഹിൻഡൽകോ നെറ്റ് പ്രോഫിറ്റ് 45% ഇടിഞ്ഞു. സെൻകോ ഗോൾഡ് നെറ്റ് പ്രോഫിറ്റ് 33 കോടി രൂപയിൽ നിന്ന് 270 കോടി രൂപയായി. ലുപ്പിൻ നെറ്റ് പ്രോഫിറ്റ് 855 നിന്ന് 1,176 കോടി രൂപയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസുകൾ. നമുക്ക് വൈകിട്ട് ലൈവിൽ കാണാം. അപ്പം നമ്മൾ വൈകിട്ട് ലൈവ് ഉണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തും പറയുക. ലൈവിൽ വരാം, ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.